നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിൽ പുതിയ മാറ്റങ്ങൾ. ഹോസ്റ്റലിൽ ഇനി മുതൽ 4 വാർഡന്മാർ ഉണ്ടാകും. 3 നിലകളുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും ചുമതലക്കാരെ നിയോഗിക്കും. ഒരു അസിസ്റ്റന്റ് വാർഡന് ഹോസ്റ്റലിന്റെ മുഴുവൻ ചുമതലയും നൽകും. ഇതിനെല്ലാം പുറമെ ഹോസ്റ്റലിൽ CCTV ക്യാമറയും സ്ഥാപിക്കും. വർഷം തോറും ചുമതലക്കാരെ മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിലാണ് കോളേജിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ MK നാരായണനെയും അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കന്തനാഥിനെയും ഇന്നലെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇരുവരും നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ നൽകിയത്. നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി VCയെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ 4-അംഗ സമിതിയെ വൈസ് ചാൻസലർ നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം.